Hi students, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള 3-4 പ്രോബ്ലംസൂടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയട്ടെ, ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. 2 important random variables x and y have the joint probability mass function given by f of xy equal to lambda raised to x into e raised to minus lambda p raised to y into 1 minus p raised to x minus y whole divided by y factorial into x minus y factorial. ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് നമ്മുടെ f of x y എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അവിടെ വൈയുടെ വാല്യൂ 0 മുതൽ എക്സ് വരെയും എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്രയും ആണ് തന്നിരിക്കുന്നത്. ലാംഡയും പിയും കോൺസ്റ്റൻസ് ആണ്. ലാംഡ ഗ്രേറ്റർ ദാൻ 0യും പിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയിൽ വരിക്കും. നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും കണ്ടുപിടിക്കണം. അതിനുശേഷം കണ്ടീഷണൽ മാസ് ഓഫ് എക്സ് ഗിവൺ വൈയും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം നോക്കിയട്ടെ, മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലെല്ലാം കണ്ടു എഫ് ഓഫ് എക്സ് ആണെന്ന് കണ്ടു. മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ ആണെന്ന് കണ്ടു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അല്ല, പിന്നെന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. വൈയുടെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര എക്സ് എന്നും എക്സിന്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്ത് റാൻഡം വേരിയബിൾ ആണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ സമ്മേഷൻ വൈ ഈക്വൽ ടു 0 to x എഫ് ഓഫ് എക്സ് വൈ ആയിരിക്കും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. അവിടെ അപ്പോൾ എഫ് ഓഫ് വൈ ആണെങ്കിലോ സമ്മേഷൻ എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എത്രയാണ്? വൈ ടു ഇൻഫിനിറ്റി ആണ് എഫ് ഓഫ് എക്സ് വൈ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സിന്റെ വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിന്റെ എക്സ് ഈക്വൽ ടു വൈ ടു ഇൻഫിനിറ്റി, വൈയുടെ എക്സ് അതാ. അപ്പം സമ്മേഷൻ ആണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് തരുന്നത് എങ്കിൽ എക്സിന്റെ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ സമ്മേഷൻ വൈ ഈക്വൽ ടു 0 to എക്സും എഫ് ഓഫ് വൈ ആണെങ്കിൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എഫ് ഓഫ് എക്സ് വൈ നമ്മൾ എടുത്തെഴുതും. ഞാൻ ആ എഫ് ഓഫ് എക്സ് വൈ ഒന്നിവിടെ എഴുതി കാണിക്കാം. അതിനുശേഷം അതിനകത്തെ അറേഞ്ച്മെന്റുകൾ നോക്കിക്കോണം. എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിരിക്കുന്നത് ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു പി റൈസ് ടു വൈ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എക്സ് മൈനസ് വൈ, പി റൈസ് ടു വൈ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എക്സ് മൈനസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ വൈ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് വൈ ഫാക്ടോറിയൽ. ഇതാണ് എഫ് ഓഫ് എക്സ് വൈ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സമ്മേഷൻ വൈ ഇസ് ഈക്വൽ ടു 0 to എക്സ് ആണ് അപ്ലൈ ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് വൈ വരുന്ന ടേംസ് ഒഴിച്ച് സമ്മേഷൻ്റെ പുറത്തെഴുതാം. ഓക്കെ, അപ്പം വൈ വരുന്ന ടൈം പുറത്തെഴുതുമ്പോൾ നമ്മൾ ലാംഡ റൈസ് ടു എക്സ് പുറത്തെഴുതുന്നു, ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ കൊടുക്കുന്നു. ഇനിയും നമ്മൾ ഈ സമ്മേഷനകത്ത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതിട്ട് കൊടുത്തു? എക്സ് ഫാക്ടോറിയൽ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ വൈക്ക് 0, 1, 2, 3 എക്സെട്ര കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനകത്തെ ടേംസ് എങ്ങനെയായിരിക്കും വരുന്നത്? പി പ്ലസ് 1 മൈനസ് പി റേസ് ടു എക്സ് എന്നാണ് വരുന്നത്. 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പം ബ്രാക്കറ്റ് എന്തൊരു ബ്രാക്കറ്റിൽ പി പ്ലസ് ക്യൂ വരും. പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ 1 ആണ്. അപ്പം 1 റേസ് ടു എക്സ്, 1ന്റെ പവർ ഏത് വന്നാൽ ആൻസർ 1 ആണ്. അപ്പോൾ ഇതങ്ങ് 1 ആയിപ്പോയി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ വരും. എക്സിൻ്റെ വാല്യൂ 1, 2, 3 എക്സെട്ര ആയിരിക്കും. 0, 1, 2, 3 എക്സെട്ര. ഇനിയും എഫ് ഓഫ് വൈ എഴുതുമ്പോൾ സമ്മേഷൻ എക്സ് ഈക്വൽ ടു വൈ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ എഴുതി. നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ നമ്മൾ അതേപോലെ എഴുതി. അപ്പം എക്സ് ഒഴിച്ചുള്ള ടേംസിനെ നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്താണ് എഴുതുന്നത്. ലാംഡ ഇൻറ്റു പി റേസ് ടു വൈ ഇതാ ഇവിടെ കൊടുത്തു. അപ്പം നമ്മൾ ലാംഡ റേസ് ടു വൈ എക്സ്ട്രാ ആഡ് ചെയ്തതായതുകൊണ്ട് ഈ സമ്മേഷനകത്ത് നമ്മൾ ലാംഡ റേസ് ടു എക്സ് മൈനസ് വൈ കൊടുത്തു. അപ്പം ലാംഡ റേസ് ടു വൈയും ലാംഡ റേസ് ടു എക്സ് മൈനസ് വൈയും കൂടെ ചേരുമ്പോൾ വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയിട്ട് ലാംഡ റേസ് ടു എക്സ് കിട്ടും. അത് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ പി റേസ് ടു വൈ ഉണ്ട്, 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് വൈ ഉണ്ട് ബൈ വൈ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് വൈ ഫാക്ടോറിയൽ കൊടുത്തു. ഓക്കെ, അപ്പം ഈ എക്സ് ഉള്ള ടേമിന് നമ്മൾ 1, 2 എക്സിന് വൈ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള സമ്മേഷൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താവും? ഇ റേസ് ടു ലാംഡ ഇൻറ്റു 1 മൈനസ് പി എന്ന് കിട്ടും ഈ സമ്മേഷൻ്റെ റിസൾട്ട്. ഓക്കെ ആണല്ലോ. അപ്പം അവിടെ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം എങ്ങനെ വരും? ലാംഡ പി റേസ് ടു വൈ ഉണ്ട് അല്ലേ, ലാംഡ പി റേസ് ടു വൈ ഇൻറ്റു ഇത് ഇ റേസ് ടു, ഇത് രണ്ടും ബേസ് സെയിം അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ലാംഡ മൈനസ് ലാംഡ പി വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും? വൈ ഫാക്ടോറിയൽ വരും. അപ്പോൾ ഈ മൈനസ് ലാംഡയും പ്ലസ് ലാംഡയും പോയി ബാക്കി ഈ ടേം വരും. y is equal to 0, 1, 2, 3 എക്സെട്ര എന്ന് കിട്ടും.
അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയപ്പോൾ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും കണ്ടുപിടിച്ചു. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ വൈ. അപ്പം എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം ഫോർ എ ഗിവൺ വൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, എക്സ് ഫോർ എ ഗിവൺ വൈ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കാണാനുള്ള ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഇതാണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. എഫ് ഓഫ് വൈ നമ്മളിതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ച ഇതാണ് എഫ് ഓഫ് വൈ. അപ്പം എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴെയും മുകളിലും ഒരേപോലെ വരുന്ന ടേംസിനെ ക്യാൻസൽ ആയി കഴിയുമ്പോൾ ബാക്കി ഈ ഒരു സ്റ്റേം വരും. ഓക്കെ ആണല്ലോ. ഇത് എഫ് ഓഫ് എക്സ് വൈ ആണ്. എഫ് ഓഫ് വൈയെ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരും. ഒരേപോലുള്ള ടേംസ് എഴുതി ബാക്കിയുള്ള ടേംസിനെ ക്യാൻസൽ ആക്കുമ്പോൾ നമുക്ക് ഇത് സ്റ്റെപ്പ് വരും. ഓക്കെ ആണല്ലോ. ഇതാണ് എന്താണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈയും എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും കാണുന്ന സ്റ്റെപ്പ്. ഓക്കെ, ഇതേപോലെ തൊട്ടടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇത് നോക്കിയാട്ടെ ക്വസ്റ്റ്യൻ. If f of xy equal to 1.5 into bracket 2 minus 2xa minus y, ഇതാണ് എഫ് ഓഫ് എക്സ് വൈ തന്നേക്കുന്നത്. അവിടെ y ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്, x ഈക്വൽ ടു 0 ആണ്, വൈയുടെ വാല്യൂ 2 മൈനസ് 2x ആണ്. നമുക്ക് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ വൈ. ഏതിലാണ് ഇൻ്റഗ്രേഷൻ ഉണ്ട്? വൈയിലാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ ക്വസ്റ്റിനകത്ത് 0 to 2 minus 2x എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണോ എഫ് ഓഫ് എക്സ് വൈ തന്നേക്കുന്നത് അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ. അതിനകത്ത് 1.5 കോൺസ്റ്റന്റ് അത് ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുന്നു. ബാക്കി 2 minus 2xa minus y ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 2ന്റെ ഇൻ്റഗ്രൽ 2y, 2x കോൺസ്റ്റന്റ് അതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് 2xy മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ y സ്ക്വയർഡ് ബൈ 2. ലിമിറ്റിംഗ് വാല്യൂ 0 to 2 minus 2x. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത്? 1.5 into 2 into വൈയുടെ പ്ലേസിൽ എത്ര കൊടുക്കണം? 2 minus 2x കൊടുത്തു. പിന്നെ മൈനസ് 2x into വൈയുടെ പ്ലേസിൽ 2 minus 2x കൊടുക്കുന്നു. പിന്നെ മൈനസ് വൈയുടെ പ്ലേസിൽ 2 minus 2x അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കൊടുത്തു. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ആദ്യത്തെ ടൈം എന്താണ്? 2 into 2 4 minus 4x വരുന്നു. അടുത്തത് മൈനസ് 2x into 2 മൈനസ് 4x വരും. മൈനസും മൈനസും പ്ലസ് 4x സ്ക്വയർഡ് വരും. പിന്നെ മൈനസ് ഓഫ് 2 minus 2xൻ്റെ സ്ക്വയർ അല്ലേ, അത് a സ്ക്വയർഡ് മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർഡ് എന്ന ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതേ ഡിവൈഡഡ് ബൈ എത്ര വരും? 2 വരും. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ ടൈമിനകത്ത് നമുക്ക് മൊത്തത്തിൽ ഒരു 2 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 4 അവിടെ കിടപ്പുണ്ട്. മൈനസ് 4xും ഈ മൈനസ് 4xും കൂടെ ചേരുമ്പോൾ മൈനസ് 8x ആവും. പിന്നെ അവിടെ ഒരു പ്ലസ് 4x സ്ക്വയർഡ് കിടപ്പുണ്ട്. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേബിളിന് മൊത്തത്തിൽ ഒരു 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് 2 വരും. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് മൈനസ് 4x ആണ്. ഈ മൈനസും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 4x ആവും. പിന്നെ പ്ലസ് എത്ര വരും? 2x സ്ക്വയർഡ് വരും. ഓക്കെ ആണല്ലോ, പ്ലസ് 2x സ്ക്വയർഡ് വരും. ഓക്കെ, അപ്പോൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.5 ഇൻറ്റു എന്താണ് മൈനസ് 4xും പ്ലസ് 4xും മൈനസ് 4x വരും. പിന്നെ പ്ലസ് 4 വരും. പിന്നെ 4x സ്ക്വയർഡ് പ്ലസ് 2x സ്ക്വയർഡ് എത്ര? 6x സ്ക്വയർഡ് വരും. ഇതിൽ നിന്ന് മൊത്തത്തിൽ ഒരു 2 പുറത്തെടുത്താൽ 1.5 ഇൻറ്റു 2 3 വരും. 3 ഇൻറ്റു ബ്രാക്കറ്റ് എത്രയാണ്? മൊത്തത്തിൽ 4 അല്ല 2 ആണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ ബാക്കി മൈനസ് 2x വരും. അതിൽ നിന്നൊരു 2 ആണ് പുറത്ത്. ബ്രാക്കറ്റ് അവിടെ എത്ര 2 വരും. പിന്നെ എന്ത് വരും? 3x സ്ക്വയർഡ് വരും. ഇനിയും 3x സ്ക്വയർഡ് വരും. ഇവിടെ എന്തോ ഒരു സിംപ്ലിഫിക്കേഷൻ മാറിയിട്ടുണ്ട്. 4x സ്ക്വയർഡ് പ്ലസ് 2x സ്ക്വയർഡ് വരും. അല്ല സോറി, ഇവിടെ 4x സ്ക്വയർഡ്, ഇവിടെ മൈനസ് 2x സ്ക്വയർഡ് ആണേ. ഓക്കെ, അതേപോലെ ഇവിടെ എന്താണ് മൈനസ് 2 ഇത് അപ്പം ഇവിടെ മൈനസ് 4x പ്ലസ് 4 വരും. 4x സ്ക്വയർഡ് മൈനസ് 2x സ്ക്വയർഡ് ആകുമ്പോൾ ഇവിടെ 2x സ്ക്വയർഡ് വരും. അപ്പോൾ 2 പുറത്തിൽ ഇവിടെ ബാക്കി എത്ര വരും? x സ്ക്വയർഡേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു തരും. ഇതിനെ ഈക്വൽ ടു 3 ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 1 മൈനസ് എക്സിൻ്റെ
സ്ക്വയർ എന്ന് എഴുതാം. അപ്പം 1 മൈനസ് എക്സ് സ്ക്വയർ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 2 ഇല്ല, ഇവിടെ എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. ബാക്കിയെല്ലാം ശരിയാണ്. എക്സ് സ്ക്വയർഡ് മൈനസ് 2x, ഇവിടെ പ്ലസ് 1 വരത്തുള്ളേ. അതുകൂടെ ഒന്ന് നോക്കിക്കോണം എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത്. ഇവിടെ 4 മൈനസ് 2 വരുന്നത്. 4 മൈനസ് 2 അതാ ഇവിടെ 4 മൈനസ് 2 എടുക്കുമ്പോൾ അതാ ഇവിടെ 2 ആണ്. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3 × 1 മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് കിട്ടി. ഓക്കെ, അതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1ഉം 4ഉം ആണ്. എക്സിൻ്റെ വാല്യൂ 1 0 0 1 0 0 1 1 1 ആണ്. അപ്പോൾ നോക്കിയട്ടെ, എക്സും വൈയും ആണ് വരുന്നത്. ഇവിടെ എക്സും ഇവിടെ വൈയും വരുന്നു. എക്സിൻ്റെ വാല്യൂ താഴോട്ട് 0ഉം 1ഉം ആണ്. വൈയുടെ വാല്യൂ ഇങ്ങോട്ടും 0ഉം 1ഉം ആണ്. എക്സിൻ്റെ വാല്യൂ 0 0 വന്നാലും 1/4 ആണ്. എക്സിൻ്റെ വാല്യൂ 0 1 വന്നാലും y/4 ആണ്. 1 0 വന്നാലും 1/4, 1 1 വന്നാലും 1/4. ഓക്കെ, അപ്പം എക്സിൻ്റെ നേരെയുള്ള കോളം, എക്സിൻ്റെ നേരെയുള്ള കോളത്തിൻ്റെ സം എന്ന് പറയുന്നതാണ് f1 ഓഫ് എക്സ്. അപ്പം ഇവിടെ f1 ഓഫ് എക്സ്, എക്സിൻ്റെ നേരെ ഈ വാല്യൂ എക്സ് 0ഉം 1 ആണ്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള കോളമാണ് എന്ത് വരുന്നത്, f1 ഓഫ് എക്സ് എന്ന് വരുന്നത്. ഓക്കെ, y ഈ താഴോട്ട് എഴുതിയ 0 1 ആണ്. അതിൻ്റെ സമ്മിനെയാണ് നമ്മൾ f2 ഓഫ് y എന്നെഴുതുന്നത്. അപ്പം എക്സിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ f1 ഓഫ് എക്സും വൈയുടെ f2 ഓഫ് y ആയിരിക്കും. ഓക്കെ, അപ്പം 1/4 പ്ലസ് 1/4 ഇത് 1/2 വരും. ഇത് 1/4 പ്ലസ് 1/2 1/4 വരും. ഇവിടെയും എന്ത് വരും, 1/2 1/2 വരും. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ആയിക്കോളും, 1 ആയിക്കോളും. ഓക്കെ, ഇതാണ് നമ്മൾ ടേബിൾ ഡിനോട്ട് ചെയ്തത്. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും എഫ് ഓഫ് വൈ എന്ന് പറയുന്ന മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയും ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന്റെ കോളത്തിന്റെ സമ്മാണ്. എക്സിന്റെ കോളത്തിന്റെ സം ഏതാണ്, എക്സിന്റെ കോളം ഇതല്ലേ, അതിന്റെ സം. എക്സിന്റെ കോളത്തിന്റെ സം 1/4 പ്ലസ് 1/4 1/2 ആണ് എക്സിന്റെ സം. അപ്പം എഫ് ഓഫ് 0ഉം 1/2 വരും, എഫ് ഓഫ് വൈയും 1/2 വരും. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ 1/4 × 1/2 അത് 1/4 വരും. അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് എഫ് ഓഫ് എക്സ് വൈ തന്നേക്കുന്നത്. അപ്പം അത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആണ്. അപ്പം വേരിയബിൾസ് എന്താണ്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം എക്സിൻ്റെ വാല്യൂ 0 കൊടുത്താൽ എഫ് ഓഫ് 0 1/2 ആണ്. എക്സിൻ്റെ വാല്യൂ 1 കൊടുത്താൽ എഫ് ഓഫ് 1 1/2 ആണ്. അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സും 1/2 കിട്ടും, എഫ് ഓഫ് വൈയും 1/2 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഫ്രം ദ ഫോളോവിങ് ടേബിൾ ഫോർ ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കോമ വൈ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോവിങ് ടേബിൾ ഫോർ ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സിൻ്റെ നേരെ നമ്മൾ എഴുതുന്ന സമ്മിനെയാണ് നമ്മൾ f1 ഓഫ് എക്സ് എന്ന് എഴുതുന്നു. വൈയുടെ നേരെയുള്ള സമ്മിനെയാണ് നമ്മൾ f2 ഓഫ് വൈ എന്ന് എഴുതും. നോക്കിയാട്ടെ, അപ്പോൾ f2 ഓഫ് വൈ എന്താണ്, 1ൻ്റെ നേരെയുള്ള സമ്മ് 3/32, 2വിൻ്റെ കോളത്തിൻ്റെ സം 3/32, ഈ 3യുടെ സമ്മ് 11/64, ഈ 4ലെ കോളത്തിൻ്റെ സം എടുക്കുമ്പോൾ 13/64, 5ലെ കോളത്തിൻ്റെ സം എടുത്ത് നോക്കിയാൽ 6/32 ആണ്. 6ൻ്റെ കോളത്തിൻ്റെ സം എടുക്കുമ്പോൾ 16/64. അപ്പം വൈയുടെ വാല്യൂ 1 മുതൽ 6 വരെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഓരോ കോളത്തിൻ്റെയും സമ്മാണ് f2 ഓഫ് വൈ എന്ന് പറയുന്നത്. ഈ ഓരോ കോളത്തിൻ്റെയും സമ്മാണ് എന്ത് പറയുന്നത്, f2 ഓഫ് വൈ എന്ന് പറയുന്നത്. ഇനി എക്സിൻ്റെ എന്താണ്, എക്സിൻ്റെ 0ഉം 1ഉം 2ഉം ആണ്. അപ്പം ഈ എക്സിൻ്റെ ഓരോ റോയുടെയും സമ്മാണ് എന്തെന്ന് പറയുന്നത്, ഇത് f2 ഓഫ് വൈ. ഇനി ഓരോ റോയുടെയും സമ്മാണ്, ഇവിടെ f1 ഓഫ് എക്സ് വരും, ഇവിടെ താഴെ f2 ഓഫ് വരും. ഓരോ ഈ ഫസ്റ്റ് റോയുടെ സമ്മ്, സെക്കൻഡ് റോയുടെ സം, തേർഡ് റോയുടെ സം, അതാണ് എന്തെന്ന് പറയുന്നത് f1 ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോളത്തിൻ്റെ സമ്മ് f2 ഓഫ് വൈ, റോയുടെ സം എന്ന് പറയുന്നത് f1 ഓഫ് എക്സും ആയിരിക്കും. അതും കിട്ടിയല്ലോ. ഇനി നമുക്ക് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0ഉം 1ഉം ആകുന്നതിൻ്റെ സം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എത്ര, അതിൻ്റെ പ്രോബബിലിറ്റി 8/32 പ്ലസ് 10/16 വരും. ഓക്കെ, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലോ, വൈയുടെ വാല്യൂ 1 + 2 + 3. വൈയുടെ വാല്യൂ 1 ആകുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 3/32 പ്ലസ് 3/32 പ്ലസ് 11/64 വരും. 3/32 പ്ലസ് 3/32 പ്ലസ് 11/64. LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 23/64 വരും. അടുത്ത നോക്കേ, അടുത്തത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ നമുക്ക് ഏതുണ്ട്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവും, എക്സിൻ്റെ വാല്യൂ 0ഉം 1ഉം ഉണ്ട്.
y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ 1ഉം 2ഉം 3ഉം വരും. അപ്പോൾ ഏതൊക്കെയാ കോളം? 0 1 0 2 0 3. ഇതാ 0 1 0 2 0 3 പ്ലസ് 1 1 1 2 1 3. ഇതിന്റെ ഇത്രയും കൂടെ സമയം. ഇതാ 0 1ന്റെ വാല്യൂ എത്ര? 0 1. അതായത് 0 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1. എത്ര വരും ആൻസർ? 0 വരും. പിന്നെ 0 1 അടുത്തത് 0 2 ആണല്ലോ. എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 2. അത് എത്ര വരുന്നത്? 0 ആണ്. ഇനി എക്സിന്റെ വാല്യൂ 3 0, വൈയുടെ വാല്യൂ 3 ആകുമ്പോൾ 1/32. ഓക്കെ, 0 0 പ്ലസ് 1/32. ഇനി അടുത്ത എന്താണ്? എക്സിന്റെ വാല്യൂ 1 എടുക്കുന്നു. എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1 ആകുമ്പോൾ 1/16. ഈ 1ഉം 2ഉം അല്ലെ, എക്സ് 1 വൈ 2 ആവും. അപ്പം എത്രയാണ്? 1/16. 1ഉം 3ഉം വരും. എത്ര വരും? 1/8. അപ്പം 1/16 പ്ലസ് 1/16 പ്ലസ് 1/8. ഇതെല്ലാം LCM എടുക്കാം. LCM എടുക്കാൻ നിങ്ങൾക്കറിയാം. LCM എടുക്കാൻ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 1/32 ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് അടിച്ച് ഫ്രാക്ഷൻ വാല്യൂ കണ്ടുപിടിച്ച് അത് മൊത്തത്തിൽ അങ്ങ് സം ചെയ്താലും മതി. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഗിവൺ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലേ? പി ഓഫ് എ ഗിവൺ ബി എന്താണ്? പി ഓഫ് എ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ പി ഓഫ് ബി ആയിരിക്കും അല്ലേ? കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി എന്താണ്? പി ഓഫ് എ ഗിവൺ ബി is equal to പി ഓഫ് എ കോമ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആയിരിക്കും. അപ്പം ഈ ന്യൂമറേറ്റർ അതേപോലെ എഴുതുന്നു. ഡിനോമിനേറ്ററിൽ പി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതിന്റെ വാല്യൂ ആണ് ഈ തൊട്ട് മുമ്പിൽ കണ്ടുപിടിച്ച് വെച്ചു, 9/32. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ? അതിന്റെ ആൻസർ എത്ര ഇട്ടേക്കുന്നത്? 23/64. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/28 കിട്ടി. ഓക്കെ, ഇനി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് എന്ത് വരും? ന്യൂമറേറ്റർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഡിനോമിനേറ്റർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ന്യൂമറേറ്റർ ഈ കണ്ടുപിടിച്ച 9/32 ആണ്. ന്യൂമറേറ്റർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 7/8 ആണ് അല്ലേ? ന്യൂമറേറ്റർ 7/8 വരും. 7/8 വന്നു. ഓക്കെ, അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 7/28/32 9/32 28 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ 7/8 വരും. ഡിനോമിനേറ്റർ ഇവിടെ എഴുതിയപ്പോൾ മാറിപ്പോയി, 28/32 ആയി. 9/32 പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇത് ആൻസർ എത്ര വന്നിരിക്കുന്നത്? 7/8 ആണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവാം 7/8 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എത്ര വരുന്നത്? 7/8 ആണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? 9/32 ഇൻറ്റു 8/7 വരും. ഓക്കെ, അപ്പം ഇത് രണ്ടുകൂടെ ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ എത്ര വരും? 4 വരും. 4 × 7 20. അപ്പോൾ ഫൈനൽ ആൻസർ 9/28 ശരിയാ. ഇത് 7/8 ആക്കിക്കോണേ. ഇനി പി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ എക്സ് എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്? എക്സിന്റെ വാല്യൂ എക്സും വൈ. എക്സിന്റെ വാല്യൂ 0ഉം 1ഉം 2ഉം ആണ് അല്ലെ? എക്സിന്റെ വാല്യൂ 0ഉം 1ഉം 2 ആണ്. വൈയുടെ വാല്യൂ 1 2 3 4 5 അങ്ങനെയല്ലേ നിൽക്കുന്നത്? എക്സും വൈയുടെ കൂട്ടുമ്പോൾ 4ൽ താഴെയാണ്. എന്നാൽ എക്സിന്റെ വാല്യൂ 0 വരുമ്പോൾ വൈ 1 എടുക്കാം, 0 2 എടുക്കാം, പിന്നെ 0 3 എടുക്കാം, 0 4 എടുക്കാം. ഓക്കെ, സമ 4 വരെ ആയല്ലോ. ഇനി 0 5 എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പ്ലസ് ഏതാ? 1 1 എടുക്കാം, 1 2 വരും, 1 3 വരും, 1 4 പറ്റത്തില്ല. ഓക്കെ, പിന്നെ 2 എടുത്താലോ? 2 1ഉം വരും, 2 2ഉം വരും. ഓക്കെ, ഇത്രയും സമ്മ് വരും. ഓക്കെ, 0 1 0 2 0 3 0 4 1 1 1 2 1 3 2 1 2 2. 0 1 എത്രയാ വാല്യൂ? 0 1 വരുമ്പോൾ 0 വരും. 0 1 ആകുമ്പോൾ 0. അപ്പോൾ എന്ത് വരും ആൻസർ? 0 പ്ലസ് 0 പ്ലസ് അല്ലേ? 0 പ്ലസ് 0 പ്ലസ് 1/32 1/32 അടുത്തത് 2/32 ഇത്രയും വരും. അതിനുശേഷമുള്ള സമ്മോ 1 1 ആകുമ്പോൾ എത്രയാണ്? 1/16 വരും. പിന്നെ അടുത്ത വീണ്ടും 1/16 വരും, പ്ലസ് 1/8 വരും. പിന്നെ അടുത്ത കേസ് 1/32 പ്ലസ് 1/32. ഇത്രയും വാല്യൂസിനെ സം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? പി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു. സം ചേഞ്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 13/32 വരും ആൻസർ. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കോണേ. ജസ്റ്റ് ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് കൊടുക്കാത്തത്. വാല്യൂസ് ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം പറഞ്ഞത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ.
ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വർഷത്തെ എക്സാമിന്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമ്മേഷൻ വരുന്ന കേസിലും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിലും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനും കണ്ടീഷണൽ വേരിയബിൾ എക്സ് ഗിവൺ ബൈ വൈ ഗിവൺ എക്സ് കണ്ടുപിടിക്കാൻ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, പിന്നെ കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാം. ഇത്രയും ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിക്കോണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏകദേശം നമുക്കൊരു 25ഓളം ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനാണ് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.